ഈ വീഡിയോയിൽ ഞാൻ ഇന്നൊരു പഞ്ച് വർക്കാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് പഞ്ച് നീഡിൽ വേണം. 2 സൈഡിലും ഹോൾസ് ഉള്ളതായിട്ടാണ് പഞ്ച് നീഡിൽ വരുന്നത്. അപ്പോൾ ഞാനിന്ന് ഒരു വൂളൻ യാൺ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് കളറിലെയും വൈറ്റ് കളറിലെയും കോമ്പിനേഷനിലാണ് ഇന്ന് ഇത് ചെയ്യുന്നത്. ഈ പഞ്ച് നീഡിൽ ഈ യാൺ എങ്ങനെയാണ് കോർക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് കോർക്കാൻ നമുക്ക് സാധാരണ സൂചി വെച്ചിട്ട് പറ്റത്തില്ല, പകരം നീഡിൽ ത്രെഡർ ഉണ്ട്. ഇതുപോലത്തെ പഞ്ച് നീഡിലിനകത്ത് കോർക്കാനായിട്ടുള്ള സെപ്പറേറ്റ് നീഡിൽ ത്രെഡർ, അതുവഴിയാണ് നമ്മൾ ഈ പഞ്ച് നീഡിലിനകത്ത് ഈ യാൺ കോർത്ത് കയറ്റുന്നത്. ഇനി ഈ ത്രെഡറിലേക്ക് ഈ നൂല് നമുക്ക് കയറ്റാം. അതൊന്ന് 2 സൈഡിലോട്ട് ഇച്ചിരി അകത്തിയിട്ട് അതിനകത്തോട്ട് കയറ്റിയാൽ മതി. എന്നിട്ട് ഈ ത്രെഡർ ഈ പഞ്ച് നീഡിലിൻ്റെ പുറകിലത്തെ ഹോളിലൂടെ അകത്തേക്ക് കയറ്റണം. ഇതിങ്ങനെ കോർത്തതിന് ശേഷം ഈ പഞ്ച് നീഡിലിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ചെറിയൊരു ഹോൾ കൂടിയുണ്ട്, അതുവഴിയും നമ്മൾ ഈ നൂല് കോർക്കണം. അപ്പോൾ ഈ ത്രെഡർ ഉപയോഗിച്ച് തന്നെ അത് കോർക്കാം. ഇതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നീഡിൽ ത്രെഡർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണെങ്കിലും ഇതിനകത്തൂടെ ഇങ്ങനെ കോർത്ത് കയറ്റാവുന്നതാണ്. പഞ്ച് നീഡിൽ കോർത്തതിന് ശേഷം നമുക്ക് ഈ നീഡിൽ ത്രെഡറിൽ നിന്ന് നൂലങ്ങ് അഴിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പഞ്ച് നീഡിൽ ഉപയോഗിച്ച് എങ്ങനെ പഞ്ച് വർക്ക് ചെയ്യാമെന്ന് നോക്കാം. പഞ്ച് വർക്ക് ചെയ്യാൻ ഞാനിവിടെ സാധാരണ കോട്ടൺ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. നല്ല ഇഴയകലമുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണിത്. അതുപോലെ തന്നെ നമ്മളിത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം ഹൂപ്പിൽ വെക്കാനായിട്ട്. നല്ല സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഞ്ച് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പഞ്ച് വർക്ക് ചെയ്യുമ്പോൾ ഈ മുന്നിലത്തെ നൂല് കോർത്തയിടം എപ്പോഴും മുന്നോട്ട് ഫേസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നൂല് ഈ കൈയുടെ ഇടയിൽ കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊരറ്റത്ത് നിന്ന് തുടങ്ങാം. ആദ്യമേ നമ്മൾ ഈ പഞ്ച് നീഡിൽ തുണിയിലേക്ക് കുത്തി ഇറക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ ഈ നീഡിൽ ഇറങ്ങി വന്നിരിക്കുന്ന കാണാം. ഇനി നമ്മൾ ഈ നൂല് വലിച്ച് ഇറക്കുക. ഈ നൂല് വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ മറ്റേ കൈ കൊണ്ട് അതൊന്ന് പിടിച്ചു കൊടുക്കണം. അത് നമ്മൾ അടുത്തത് ചെയ്യുമ്പോഴത്തേക്കിന് ഊരിപ്പോകാതിരിക്കാനായിട്ടാണ്. എന്നിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് അടുത്ത പഞ്ച് ചെയ്യാം. ഇതുപോലെ കുത്തി ഇറക്കുക. എന്നിട്ട് നമ്മുടെ ഈ നീഡിൽ ഇറക്കുമ്പോഴത്തേക്കിന് നൂല് പൊങ്ങി നിൽക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ അതും ഒന്ന് പിടിച്ചു കൊടുക്കുക. ഇതാണ് പഞ്ച് വർക്ക്. അപ്പം ബിഗിനേഴ്സൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നത് മുഴുവൻ ഊരി പോന്നുകൊണ്ടിരിക്കും. പിന്നെയും കുറച്ച് സ്പേസ് ഇട്ടിട്ട് അടുത്ത പഞ്ച് ചെയ്യാം. വീണ്ടും ഈ നീഡിൽ ഇറക്കുമ്പോഴത്തേക്കിനൊന്ന് പിടിച്ചു കൊടുക്കാം. അതാകുമ്പം അത് ഊരിപ്പോകാതെ അങ്ങിരുന്നോളും. ആദ്യമായിട്ട് ചെയ്യുന്നവരെല്ലാം തന്നെ ചെയ്യുമ്പം ഇങ്ങനെ പിടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം നമ്മളിത് കുറച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്കിങ്ങനെ പിടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. ജസ്റ്റ് കുത്തി ഇറക്കി അങ്ങ് പോയാൽ മതി. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണിത്. അതുപോലെ വൂളൻ യാൺ വെച്ച് മാത്രമേ പഞ്ച് വർക്ക് ചെയ്യാൻ പറ്റൂ എന്നൊന്നും ഇല്ല. പലതരത്തിലുള്ള പഞ്ച് നീഡിൽസ് വാങ്ങിക്കാൻ കിട്ടും. പലതരത്തിലുള്ള വലുപ്പത്തിലുള്ള നൂല് വെച്ചിട്ട് നമുക്ക് പഞ്ച് വർക്ക് ചെയ്യാവുന്നതാണ്. ഒരറ്റം വരെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് തിരിച്ച് അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ ചെയ്താൽ മതി. നൂല് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഞാനിപ്പോൾ ഇവിടെ ഒരു സീബ്ര ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഡിസൈന് തീരുന്നിടം വരെ ഇതുപോലെ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് പഞ്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈൻ മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ നൂല് അഴിച്ചിട്ടില്ല. ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇനി നമ്മൾ ഈ നീഡിൽ നിന്ന് ഈ നൂലിൻ്റെ അത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഈ നൂല് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ നീഡിലങ്ങ് താഴോട്ട് വലിച്ചെടുത്താൽ മതി. ഇതാണ് പഞ്ച് വർക്ക്. നമ്മൾ ഈ ചെയ്തതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഒരേ സൈസിൽ പൊങ്ങി നിൽക്കും. അതുപോലെ ഈ ഫ്രണ്ട് സൈഡ് നല്ല ഫ്ലാറ്റായി നീറ്റായിട്ട് ഇരിക്കും. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് വൈറ്റിൻ്റെയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ബാക്ക് സൈഡിൽ ഈ പഞ്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്നതൊക്കെ ഒരേ സൈസിൽ നിൽക്കുന്നതായിട്ട് കാണാം. ഇതുപോലെ തന്നെ ബാക്കിയും ചെയ്താൽ മതി. ഇപ്പം ഞാൻ പഞ്ച് വർക്ക് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പൊങ്ങി നിൽക്കുന്ന നൂലെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. എക്സ്ട്രാ ഉള്ള നൂലെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനമായിട്ട് പഞ്ച് വർക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, നമ്മൾ ഈ ചെയ്തതിൻ്റെ മുകളിൽ ഗ്ലൂ ചെയ്യണം. ഏതെങ്കിലും നല്ലൊരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഈ ചെയ്തത് മൊത്തം ഗ്ലൂ ചെയ്യണം. ഇനി നമുക്ക് ഇത് ഈ ഹൂപ്പിൽ നിന്ന് ഊരി എങ്ങനെയുണ്ടെന്ന് നോക്കാം. പഞ്ച് വർക്കിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിൻ്റെ രണ്ട് സൈഡും ഫെയർ സൈഡാണ്. അതായത് ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് ഫെയർ സൈഡായിട്ട് ഉപയോഗിക്കാം. നമുക്കിതൊരു കോസ്റ്ററായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വോൾ ഹാങ്ങിങ്ങിനോ ഒക്കെ ഈ പഞ്ച് വർക്ക് ഉപയോഗിക്കാവുന്നതാണ്. പല കളറിലെ നൂല് വെച്ചും പല നല്ല ഡിസൈനുകളൊക്കെ വെച്ചിട്ടും പഞ്ച് വർക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക.